ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? നന്നായി പഠിക്കണം കേട്ടോ, ശ്രദ്ധിച്ച് പഠിക്കണേ. നിങ്ങൾക്ക് ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്കൂൾ ഫൺ ടൈം എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, നമുക്ക് കഥയിലേക്ക് പോയാലോ. ഹൂ ഫ്ലൈസ് ദ കൈറ്റ്? ഹൂ ഫ്ലൈസ് ദ കൈറ്റ്? കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പട്ടം അല്ലേ? എല്ലാവർക്കും അറിയാം. ഹൂ ഫ്ലൈസ് ദ കൈറ്റ്? ആരാണ് പട്ടം പറത്തുന്നത്? ആരാ പട്ടം പറത്തുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും പട്ടം പറത്തിയിട്ടുണ്ടോ? ബീച്ചിൽ പോയപ്പോഴോ അല്ല വേറെ എവിടെയെങ്കിലും? അതാരാണ് ആ പട്ടം പറത്തുന്നത്? ആരാ? കാറ്റാണോ അല്ല അതിൻ്റെ ചിറകുകളാണോ അതോ അതിൻ്റെ ചരടാണോ? അതാ പറത്തുന്ന ആളെ കഴിവാണോ? അതെങ്ങനെയാ പറക്കുക? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അതിനെ ആരാ ശരിക്കും പറത്തുന്നത്? ആരാ? ഈ കഥ വായിച്ചാലോ, അപ്പോൾ മനസ്സിലാവും. ഓക്കെ. On a pleasant day, the mayor of the town strolled through the park. On a pleasant day, the mayor of the town strolled through the park. ഒരു സന്തോഷകരമായ ദിവസം ആ ടൗണിലെ മേയർ പാർക്കിലൂടെ നടന്നു. His eyes widened as he saw a boy flying a big colorful kite. His eyes widened as he saw a boy flying a big colorful kite. ഒരു ആൺകുട്ടി വലിയ കളർഫുൾ പട്ടം പറത്തുന്നത് കണ്ടപ്പോൾ അയാളുടെ കണ്ണുകൾ വിടർന്നു. The kite soared high, dancing in the breeze. The kite soared high, dancing in the breeze. ആ പട്ടം കാറ്റിൽ ഡാൻസ് കളിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി. Soared high, ഉയർന്ന് പൊങ്ങി. Wow, who made the kite fly so high? Wow, who made the kite fly so high? Wow, ആരാണ് ഈ പട്ടം ഇത്ര ഉയരത്തിൽ പറത്താൻ ശ്രമിച്ചത്? The mayor was curious. The mayor was curious. മേയർക്ക് കൗതുകം തോന്നി. Curious എന്ന് പറഞ്ഞാൽ കൗതുകം. The boy replied with pride. The boy replied with pride. ആ കുട്ടി അഭിമാനത്തോടെ മറുപടി പറഞ്ഞു. I did, Mr. Mayor. I did, Mr. Mayor. ഞാൻ ചെയ്തു, മിസ്റ്റർ മേയർ. I made the kite myself. I painted it and I fly it. I made the kite myself. I painted it and I fly it. പട്ടം ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഞാനത് വരച്ച് ഞാനത് പറത്തി. Then the wind whispered softly. Then the wind whispered softly. അപ്പോ കാറ്റ് മെല്ലെ മന്ത്രിച്ചു. No, it's me. I lift the kite high into the sky. No, it's me. I lift the kite high into the sky. ഇല്ല, ഇത് ഞാനാണ്. ഞാൻ പട്ടം ആകാശത്തേക്ക് ഉയർത്തും. Without me, it would fall to the ground. Without me, it would fall to the ground. ഞാനില്ലെങ്കിൽ അത് നിലത്തി വീഴും. ഞാനാണ് പട്ടം ആകാശത്തേക്ക് ഉയർത്തുന്നത്. ഞാനില്ലെങ്കിൽ അത് താഴെ വീഴും. എന്നാരാ പറയുന്നത്? കാറ്റ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ദിവസം ഒരു പട്ടണത്തിലെ മേയർ പാർക്കിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അയാൾ ഒരു പട്ടം കണ്ടു. അത് ഉയരത്തിലായിരുന്നു. അപ്പോൾ അയാൾക്കൊരു കൗതുകം തോന്നി. അത് ആരായിരിക്കും അത്ര ഉയരത്തിൽ പറത്തുക അല്ലേ? അപ്പോൾ ആ കുട്ടി എന്താ പറഞ്ഞത്? I did, Mr. Mayor. ഞാൻ ചെയ്തു, മിസ്റ്റർ മേയർ. ഞാൻ അതിനെ ഉണ്ടാക്കി അതിലേക്ക് പെയിന്റ് കൊടുത്ത് അതിനെ പറത്തി എന്ന് ആ കുട്ടി പറഞ്ഞു. അപ്പോൾ കാറ്റെന്താ മന്ത്രിച്ചത്? നോ, ഇറ്റ്സ് മീ. ഇല്ല, ഇത് ഞാനാണ്. ഞാൻ ആ പട്ടം ആകാശത്തേക്ക് ഉയർത്തും. ഞാനില്ലെങ്കിൽ അത് താഴെ വീഴും എന്നാണ് കാറ്റ് പറഞ്ഞത് അല്ലേ? അടുത്ത പേജ് നോക്കാം. The kite's tail fluttered and said. The kite's tail fluttered and said. പട്ടത്തിന്റെ വാലാട്ടിക്കൊണ്ട് പറഞ്ഞു. Wait, I too. I keep the kite steady. Without me, it would crush and break. Wait, I too. I keep the kite steady. Without me,
ഇറ്റ് വുഡ് ക്രഷ് ആൻഡ് ബ്രേക്ക്. നിൽക്കൂ, ഞാനും. ഞാൻ പട്ടത്തെ സ്ഥിരമായി നിർത്തുന്നു. ഞാനില്ലെങ്കിൽ അതിടിച്ച് പൊട്ടിപ്പോകും. ഇറ്റ് വുഡ് ക്രഷ് ആൻഡ് ബ്രേക്ക്. ഇടിച്ച് പൊട്ടിപ്പോകും. ദ സ്ട്രിങ് ലുക്ക്ഡ് അറ്റ് എവ്രി വൺ ആൻഡ് സെഡ്. ദ സ്ട്രിങ് ലുക്ക്ഡ് അറ്റ് എവ്രി വൺ ആൻഡ് സെഡ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ചരട്. ഓക്കെ, ആ ചരട് എല്ലാവരെയും നോക്കി പറഞ്ഞു, വിത്തൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ. ഞാനില്ലാതെ ഒരു പട്ടം എങ്ങനെ പറക്കും? വിത്തൗട്ട് മീ എന്ന് പറഞ്ഞാൽ ഞാനില്ലാതെ. ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ, എങ്ങനെ ഒരു പട്ടം പറക്കൂ? വിത്തൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ, ഞാനില്ലാതെ ഒരു പട്ടം എങ്ങനെ പറക്കും? ഐ മേക്ക് ഇറ്റ് സോർ ഹൈ, ഞാനതിനെ ഉയരത്തിൽ പറത്തിവിടും. ഐ ഗൈഡ് ഇറ്റ് as it moves through the sky. I guide it as it moves through the sky. ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ ഞാൻ അതിനെ നയിക്കുന്നു. നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഗൈഡ് ഉണ്ടാവൂലേ, നമുക്ക് ഓരോരോ സ്ഥലം കാണിച്ചു തരാനൊക്കെ. അതുപോലെയാണ് ഇവിടെ സ്ട്രിങ് പറയുന്നത്, ആ ചരട് പറയുന്നത്. എന്താ പറയുന്നത്? വിത്തൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ. ഐ മേക്ക് ഇറ്റ് സോർ ഹൈ. ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദ സ്കൈ. ഞാനില്ലാതെ ഒരു പട്ടം എങ്ങനെ പറക്കും? ഞാൻ അതിനെ ഉയരത്തിൽ പറത്തിവിടും. ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ അതിനെ നയിക്കുന്നു. ആണോ? ചരടാണോ അതിനെ നയിക്കുക? ആണോ? The mayor listened carefully to everyone. The mayor listened carefully to everyone. മേയർ എല്ലാവരെയും ശ്രദ്ധയോടെ കേട്ടു. He asked thoughtfully. He asked thoughtfully. അദ്ദേഹം ചിന്താപൂർവം ചോദിച്ചു, So who really flies the kite? So who really flies the kite? അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ പട്ടം പറത്തുന്നത്? ഇവിടെ ആരാ പട്ടം പറത്തുന്നത്? ആ കുട്ടി പറയുന്നു ഞാനാന്ന്. കാറ്റ് പറയുന്നു ഞാനാന്ന്. ചിറകും ചരടൊക്കെ പറയുന്നു ഞങ്ങളാന്ന്. ശരിക്കും ഇതാരാ പറത്തുന്നത്? ആരാ? They all paused to think. They all paused to think. അവരെല്ലാവരും ഒന്ന് ആലോചിച്ചു, ഇതാരാ പറത്തുന്നത്? Then the boy said gently. പിന്നെ ആ കുട്ടി സൗമ്യമായി പറഞ്ഞു, We all do it. The kite flies because of our efforts. We all do it. The kite flies because of our efforts. നമ്മളെല്ലാവരും അത് ചെയ്യുന്നു. നമ്മുടെ പരിശ്രമത്തിലാണ് പട്ടം പറക്കുന്നത്. We all do it. The kite flies because of our efforts. നമ്മളെല്ലാവരും അത് ചെയ്യുന്നു. നമ്മുടെ പരിശ്രമത്തിലാണ് അത് പറക്കുന്നത്. അത് ഒരാളുടെ കഴിവ് കൊണ്ടല്ല. അത് എല്ലാവരും കൂട്ടമായി പരിശ്രമിച്ചാലേ പട്ടം പറക്കൂ, അല്ലേ? കാറ്റ് മാത്രം മനസ്സ് വെച്ചാൽ പട്ടം പറക്കുമോ? ഇല്ല. അതിന് പറത്താൻ ഒരു കുട്ടി വേണം, അതിനൊരു ചരട് വേണം, അതിനൊരു ചിറക് വേണം, അല്ലേ? എല്ലാം ഉണ്ടെങ്കിലേ പട്ടം പറക്കൂ, അല്ലേ? ചരട് മാത്രം ഉണ്ടെങ്കിൽ പറക്കുമോ? അല്ല കാറ്റ് മാത്രം ഉണ്ടെങ്കിൽ പറക്കുമോ? അല്ല ഒരു കുട്ടി മാത്രം ഉണ്ടെങ്കിൽ പറക്കുമോ? ഇല്ല. അതിനെല്ലാവരും വേണം, അല്ലേ? എല്ലാവരുടെയും പരിശ്രമത്തിലാണ് പട്ടം പറക്കുക, അല്ലേ? അടുത്ത പേജ് നോക്കിയാലോ. The wind agreed and the tail nodded too. The wind agreed and the tail nodded too. കാറ്റ് സമ്മതിച്ചു, വാലും ആട്ടി. The string also smiled and agreed. The string also smiled and agreed. ചരടും പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. The kite started dancing in the air. The kite started dancing in the air. പട്ടം കാറ്റിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി. The mayor smiled warmly. The mayor smiled warmly. മേയർ പതുക്കെ പുഞ്ചിരിച്ചു. You are right. Together you make the kite fly beautifully. You are right. Together you make the kite fly beautifully. നീ പറഞ്ഞത് ശരിയാണ്. ഒരുമിച്ച് നിങ്ങൾ പട്ടം മനോഹരമായി പറത്തുന്നു. This kite is a symbol of unity. This kite is a symbol of unity.
ഈ പട്ടം ഐക്യത്തിൻ്റെ പ്രതീകമാണ്. ഇഫ് വി വർക്ക് ടുഗെദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. ഇഫ് വി വർക്ക് ടുഗെദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് എന്തും നേടാനാകും. എവ്രി വൺ സ്മൈൽഡ്. ടുഗെദർ വി ഫ്ലൈഡ് ദ കൈറ്റ്. ദേ ഷൗട്ടഡ് ചിയർഫുള്ളി. എവ്രി വൺ സ്മൈൽഡ്. എല്ലാവരും പുഞ്ചിരിച്ചു. ടുഗെദർ വി ഫ്ലൈഡ് ദ കൈറ്റ്. ടുഗെദർ വി ഫ്ലൈഡ് ദ കൈറ്റ്. ഒരുമിച്ച് നമ്മൾ പട്ടം പറത്തുന്നു. ദേ ഷൗട്ടഡ് ചിയർഫുള്ളി. ദേ ഷൗട്ടഡ് ചിയർഫുള്ളി. അവർ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. The kite continued to soar high in the sky. The kite continued to soar high in the sky. പട്ടം ആകാശത്തോട്ട് പിന്നെയും ഉയർന്നു. ഈ കഥയിൽ എന്താ മനസ്സിലായതെന്താ? നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് എന്തും നേടാനാകും, അല്ലേ? ഏതുപോലെ? ഒരു പട്ടത്തിനെ പോലെ, അല്ലേ? എല്ലാവരും ഒരുമിച്ചാണല്ലേ പട്ടം പറത്തുക. ഒരു പട്ടത്തിനെ പോലെ നമ്മളും ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റും, അല്ലേ? ഇപ്പോൾ ഈ ഫോട്ടോ കണ്ടോ? എല്ലാവരും സന്തോഷത്തിലാണ്, അല്ലേ? നമുക്ക് അടുത്ത പേജ് നോക്കിയാലോ. ആക്ടിവിറ്റി 1, ഹൂ ഫ്ലൈസ് ദ കൈറ്റ്. ഇപ്പോൾ നമ്മൾ വായിച്ച കഥയില്ലേ, ആ കഥയിലെ കുറച്ച് ഭാഗങ്ങളാണ്. കണ്ടോ? ABCDE എന്ന് കണ്ടോ? അത് ആ കഥയിലെ കുറച്ച് ഭാഗങ്ങളാണ്. അത് ഓർഡർ തെറ്റിയിട്ടാണ് ഉള്ളത്. ഓക്കെ, അതിനെ ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയോ ഇതിൽ ആദ്യം എന്താ വന്നത്, രണ്ടാമത് എന്താ, അങ്ങനെ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഇത് കണ്ടോ? ആദ്യം എന്താ? ദ മേയർ സോ എ ബോയ് ഫ്ലൈയിങ് എ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് ഇൻ ദ പാർക്ക്. 2. The boy said, I made this kite and I fly it. 3. The wind softly whispered, I lift the kite high. 4th, the kite's tail said, I keep the kite steady in the air. 5th, they all smiled and agreed, the kite flies because we work together as a team. അടുത്തോ നോക്കാം. പിക്ചർ സ്റ്റോറി കാർഡ്. ഇത് കണ്ടോ? ഇത് കണ്ടിട്ട് എന്താ മനസ്സിലായത്? ഇവിടെ ഒരു പിക്ചർ ഉണ്ട്, അതിൻ്റെ താഴെ ഒരു കഥ കണ്ടോ? അതിൻ്റെ തൊട്ടപ്പുറത്ത് നോക്കിയേ, പിക്ചർ ഉണ്ട്, കഥയില്ല. അടുത്ത പേജിലൊക്കെ ഓരോന്നിൽ കഥയുണ്ട്, പിക്ചറില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിക്ചറുള്ളിടത്ത് കഥ എഴുതണം, കഥയുള്ളിടത്ത് പിക്ചർ വരയ്ക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് അതിനൊരു ടൈറ്റിലും കൊടുക്കണം. നോക്കാം. ടൈറ്റിൽ എന്താ? റെനി ആൻഡ് ദ ഫ്രണ്ട്ലി അനിമൽസ്. കണ്ടോ? റെനിക്ക് ചെടികളോട് വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അയാൾക്ക് ഒരു തൈ കിട്ടി. അയാൾ ആ തൈ തൻ്റെ തോട്ടത്തിൽ നടാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ പിക്ചർ എന്താ? റെനി ഒരു കുഴി കുഴിച്ച് ശ്രദ്ധാപൂർവം തൈ നട്ടു. മൂന്നാമത്തേതോ? അനിമൽസ് റെനിയെ നിരീക്ഷിച്ചു, അല്ലേ? അവനെ സഹായിക്കാൻ വന്നു. കണ്ടോ? ആ മങ്കിയൊക്കെ ബക്കറ്റ് എടുത്ത് പോകുന്നത് കണ്ടോ? നാലാമത്തേതോ? അവർ ബക്കറ്റുകളിൽ വെള്ളം കൊണ്ടുവന്ന് ചെടി നനച്ചു. ഇവിടെ ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ നമ്മളെന്താ ടൈറ്റിൽ കൊടുത്തേ? റെനി ആൻഡ് ദ ഫ്രണ്ട്ലി അനിമൽസ്, അല്ലേ? ഇതെങ്ങനെയാ ഈ ടൈറ്റിൽ കിട്ടുക? അറിയോ? ഇതൊക്കെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ പിക്ചർ ശ്രദ്ധയോടെ നോക്കാം. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവൂലേ ഇതെന്തിനെ കുറിച്ചുള്ളതാന്ന്. അങ്ങനെയാണ് ടൈറ്റിൽ കണ്ടെത്തുക. ഓക്കെ, ഇതിൻ്റെ ബാക്കി അടുത്ത പേജിലുണ്ട്, നോക്കാം. അവരെല്ലാവരും ഒരുമിച്ച് ആ ചെടിയെ പരിപാലിച്ചു. അത് വളർന്ന് ഒരു വലിയ മരമായി. കണ്ടില്ലേ? ഇവിടെ ഒരു കഥ കണ്ടോ? അവിടെ പിക്ചർ ഇല്ല. അവിടെ നമ്മളാണ് പിക്ചർ വരയ്ക്കേണ്ടത്. എന്താണ് പിക്ചർ വരയ്ക്കേണ്ടത്? ഒരു ദിവസം ഒരു കീരി അവിടെ വന്നു. അത് മരത്തിനടിയിൽ ഒരു മാളമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ആ പിക്ചറിൽ എന്തൊക്കെ വേണം? ഒരു കീരി വേണം, അത് മരത്തിനടിയിൽ ഒരു മാളമുണ്ടാക്കുന്നതായിട്ട് വേണം. ഓക്കെ, കുരങ്ങൻ അത് കണ്ടു.
അവൻ തൻ്റെ സുഹൃത്തുക്കളെ അറിയിച്ചു. അപ്പോൾ ആ പിക്ചറിൽ എന്തൊക്കെയാ വേണ്ടത്? മരത്തിനടിയിൽ മാളമുണ്ടാക്കുന്ന കീരിയും അത് കാണുന്ന കുരങ്ങനും അല്ലേ? അത് നിങ്ങൾ വരയ്ക്കണേ. അടുത്ത പിക്ചർ എന്താ? അവരെല്ലാവരും ആ മരത്തിനടിയിൽ ഇരുന്നതായിട്ട് കാണാം അല്ലേ? ലാസ്റ്റ് കണ്ടോ? അവിടെ എന്താ? എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് കീരിയെ ഓടിച്ചു. അപ്പോൾ എന്താ വേണ്ടത്? അവരെല്ലാവരും കീരിയെ ഓടിക്കുന്ന പിക്ചറാണ് വേണ്ടത്. നിങ്ങൾ വരയ്ക്കണേ. അടുത്ത പേജിൽ പോയാലോ? ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളതെന്നറിയോ? നിങ്ങൾ കളർ പേപ്പർ ഉപയോഗിച്ച് വ്യത്യസ്ത തരം പട്ടങ്ങൾ ഉണ്ടാക്കുക. അതിൽ ഐക്യത്തെക്കുറിച്ചും ടീം വർക്കിനെ കുറിച്ചും സന്ദേശങ്ങൾ എഴുതുക. ഇവിടെ എക്സാമ്പിൾ കണ്ടോ? യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഇതുപോലെയുള്ള സന്ദേശങ്ങളാണ്. എന്നിട്ട് നിങ്ങളെ സ്കൂളിൽ ഒരു പട്ടം പറത്തൽ മത്സരം സംഘടിപ്പിക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ. അടുത്തത് കണ്ടോ? ക്രാഫ്റ്റ് കോർണർ. ഇവിടെ പിക്ചർ കണ്ടോ? ഇതിലെന്താ ഉള്ളത്? ഉറുമ്പുകളാണ് അല്ലേ? ഇതെല്ലാം ഒരേപോലെയുള്ള ഉറുമ്പാണോ? അല്ല, ഇതെല്ലാം വ്യത്യസ്തമാണ് അല്ലേ? നിങ്ങൾക്കിതുപോലെ ഉറുമ്പുകൾ ഉണ്ടാക്കാൻ പറ്റുമോ? പേപ്പറിലോ അല്ല വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവൂലേ, അതൊക്കെ ഉപയോഗിച്ച് ഉറുമ്പുകൾ ഉണ്ടാക്കാൻ പറ്റുമോ? എന്നിട്ട് ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ഡീറ്റെയിൽസ് കൊടുക്കുക? ഞാൻ എങ്ങനെയാ ഉറുമ്പിനെ ഉണ്ടാക്കിയത്, എന്തുകൊണ്ടാ? ഇപ്പൊ പേപ്പറിലാണെങ്കിൽ പേപ്പർ കൊണ്ടാ. ഇറ്റ്സ് കളർ ഈസ്, അതിൻ്റെ കളർ. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്. അതിന് എത്ര കാലുണ്ട്, അതിൻ്റെ പേരെന്താ, എൻ്റെ ഉറുമ്പിനെ എനിക്ക് എവിടെ വെക്കാനാണ് ആഗ്രഹം എന്നൊക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യൂലേ? നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്കൂൾ ഫൺ ടൈം എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിച്ചു. ഇനി വരാൻ പോകുന്നത് യൂണിറ്റ് 3 ആണ്, പേജസ് ഓഫ് വണ്ടർ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ.